എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ അവസാനത്തെ 2 വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സസ് 28 ആൻഡ് 29, 28, 29 വാക്യങ്ങൾ നമുക്ക് വായിച്ച് നമ്മുടെ ധ്യാനം ആരംഭിക്കാം. ഹീബ്രൂസ് 12, 28 ആൻഡ് 29. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. എബ്രായ ലേഖനത്തിന്റെ 12-ാമത്തെ അധ്യായം 18 മുതൽ ഉള്ള ഭാഗങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ വേണ്ടി ഇന്ന് എടുക്കുന്നത്. ആ വാക്യങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ ഈ ലേഖനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ മാത്രമേ ഈ വാക്യത്തിന്റെ പ്രസക്തിയും അതിന്റെ അർത്ഥവും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ലേഖനത്തെ പറ്റി പറയുമ്പോൾ പൊതുവെ പൗലോസ് എഴുതിയ ഒരു ലേഖനമെന്ന് ആളുകൾ മനസ്സിലാക്കുന്നു, അങ്ങനെ പഠിപ്പിക്കുന്നു. പൗലോസോ അല്ലെങ്കിൽ പൗലോസിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന മറ്റ് ദേവദാസന്മാരാൽ എഴുതപ്പെട്ട ഒരു ലേഖനമാകാം ഇത് എന്ന് പൊതുവിൽ പറയുന്നു. ഈ ലേഖനം നമ്മൾ വായിച്ചാൽ പഴയ നിയമ ആചാരങ്ങളുമായി, പഴയ നിയമത്തിലെ യാഗം, ദേവാലയം, പൗരോഹിത്യം എന്നിങ്ങനെയുള്ള പഴയ നിയമ ഓൾഡ് ടെസ്റ്റ്മെന്റ് റിച്വൽസുമായിട്ട് വളരെ ബന്ധം ഈ പുസ്തകത്തിനുണ്ട്. മറ്റേതൊരു പുതിയ നിയമ പുസ്തകത്തെക്കാളും കൂടുതൽ പരാമർശങ്ങൾ, പഴയ നിയമത്തിൽ നിന്നുള്ള പരാമർശങ്ങൾ നമ്മൾ ഈ പുസ്തകത്തിലാണ് കാണുന്നത്. ഈ പുസ്തകം വായിച്ചാൽ, ഈ ലേഖനം നമ്മളൊന്ന് വായിച്ചാൽ, ഇത് വായിക്കുന്ന അല്ലെങ്കിൽ ഇത് എഴുതപ്പെട്ട, ഇത് ആർക്കു വേണ്ടിയാണോ എഴുതിയത് അവരുടെ ആത്മീക അവസ്ഥയെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ പീപ്പിൾ ടു ഹൂം ദിസ് എപ്പിസൽ ഇസ് റിട്ടൺ? അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ആ വേദഭാഗത്തിന്റെ ആ കോണ്ടെക്സ്റ്റ് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ലേഖനം കൂടുതലും യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പഴയ നിയമത്തിലെ ആചാരങ്ങളിൽ നിന്നൊക്കെ പല ഭാഗങ്ങൾ എടുത്തു പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, യഹൂദ മതത്തിൽ നിന്ന്, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് സുവിശേഷത്താൽ വിടുവിക്കപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി തീർന്ന ജൂയിഷ് ക്രിസ്ത്യൻസിന് വേണ്ടി എഴുതിയ ഒരു ലേഖനമാവണം ഇത്. യഹൂദന്മാരുടെ അതിമനോഹരമായ ദേവാലയവും യാഗവും പുരോഹിതന്മാരും ഇങ്ങനെയുള്ള ആ എല്ലാ ചടങ്ങുകൾ, ആചാരങ്ങൾ, ആ വലിയ പാരമ്പര്യത്തിൽ നിന്നൊക്കെ സുവിശേഷത്താൽ വിടുതൽ പ്രാപിച്ച് ദൈവസഭയുടെ ഭാഗമായി തീർന്ന വിശ്വാസി. പക്ഷെ നമ്മൾ ഈ ലേഖനം ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയാൽ ഈ ലേഖനത്തിന്റെ പല ഭാഗത്തും കാണുന്ന അവരുടെ ഇപ്പോഴത്തെ ആത്മീക സ്ഥിതി അത്ര നല്ലതല്ല. ആവേശത്തോടെ സുവിശേഷത്തിന്റെ കേൾവിയിൽ പള്ളിയും പൗരോഹിത്യവും പാരമ്പര്യമൊക്കെ വിട്ട് ദൈവസഭയുടെ ഭാഗമായി തീർന്ന വിശ്വാസികൾ കാലങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇവരുടെ ഉള്ളിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇവരാഞ്ഞടിച്ചിട്ട് ഇവരുടെ വിശ്വാസത്തിന് തന്നെ ചെറിയ നിലയിൽ ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും ഇവർ നോക്കുമ്പോൾ ഇവര് പള്ളി വിട്ട്, ദേവാലയം വിട്ട് വന്നു. ഇവര് പുറത്തു വന്നെങ്കിലും ദേവാലയം അവിടെ ഉണ്ട്. 70 AD ദേവാലയം നശിക്കുന്നത്. അതിന് മുന്നേ ഇവർ നോക്കുമ്പോൾ ദേവാലയം അവിടെ ഉണ്ട്. ദേവാലയത്തിന്റെ ആചാരങ്ങൾ, യാഗങ്ങൾ, പുരോഹിതൻ, ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇവരെ ഈ സമൂഹത്തിൽ നിന്നൊക്കെ പുറത്താക്കി. യേശു മശിഹായാണെന്ന് ഏറ്റുപറഞ്ഞത് നിമിത്തം, യേശുവാണ് രക്ഷകൻ, യേശു ദൈവമാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഇവരുടെ സിനഗോഗിൽ നിന്നും ഇവരുടെ സ്വന്തം സഹോദരന്മാരാൽ ഇവർ പുറത്താക്കപ്പെട്ട ഒരവസ്ഥയാണ്. അതുകൊണ്ടായിരിക്കാം 13-ാമത്തെ അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. നമുക്ക് വളരെ അറിയാവുന്ന ഒരു ഭാഗമാണ്. പാളയത്തിന്റെ അപ്പുറത്ത് നിന്ന ചുമക്കുക എന്നൊക്കെ എഴുതിയേക്കുന്നതിന്റെ കാരണം ആവേശത്തോടെ ഇറങ്ങിയ വിശ്വാസം ഇവർക്കിപ്പോൾ നിന്ന
നിന്ദകൾ നിമിത്തം പഴികളേറ്റപ്പോൾ, പല വിധത്തിൽ വിമർശനങ്ങളും ദുഷികളും പഴികളും ഏറ്റപ്പോൾ ചെറുതായിട്ട് വിശ്വാസത്തിൽ ഒരു ഇളക്കം. കാരണം പലതാണ്. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പഴയ നിയമവിശ്വാസികൾ അവരവരുടെ ആലയത്തിൽ, ദേവാലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ ആരാധന നയിക്കുന്ന പുരോഹിതന്മാരുണ്ട്, മഹാപുരോഹിതനുണ്ട്. മനോഹരമായ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞൊരുങ്ങി ആരാധന നയിക്കുന്നത് കാണുന്നത് തന്നെ ഒരു ആവേശമാണ് അവർക്ക്. അവരവരുടെ ദേവാലയത്തെ ചൊല്ലി വളരെ അഹങ്കരിക്കുന്നവരാണ്. ദേ പ്രൗഡ് ഓഫ് ദ ടെമ്പിൾ. ഇതൊക്കെ വിട്ടിന്ന് വന്നിരിക്കുന്ന വിശ്വാസികൾക്ക് ആരാണ് പാസ്റ്റർ? പത്രോസാണ്. സാധാരണ പഠിത്തമില്ലാത്ത ആ ജനത്തിൽ നിന്ന് വലിയ ഉന്നത സ്ഥാനം വഹിക്കുന്നവരൊന്നുമല്ല, മുക്കുവന്മാരാ. പൂർ ഓർഡിനറി പീപ്പിൾ വേർ ദെയർ ലീഡേഴ്സ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഈ കളിയാക്കും, ഈ നിന്നയൊക്കെ ഏറ്റ് ഇവരുടെ വിശ്വാസത്തിന് ചെറുതായിട്ട് അല്ല സാരമായ ഉലച്ചിലേറ്റ് വിശ്വാസത്തിൽ പോലും ആടിത്തുടങ്ങുന്ന ഒരവസ്ഥ. പൗലോ ഈ ലേഖനകർത്താവ് 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്. 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് നോക്കാമോ? 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 12. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക്. എന്തുവാ സംഭവം? വർഷങ്ങൾ കുറെ ആയി, പക്ഷെ ഉദ്ദേശിച്ച സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് ജനം വന്നിട്ടില്ല. ഇപ്പോഴും എലിമെന്ററി പ്രിൻസിപ്പിൾസ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇവരുടെ ഈ സ്പിരിച്വൽ മെച്യൂരിറ്റി അളന്നത്? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഇവർക്ക് നേരിടാൻ പറ്റാതെ പോയി. They were shaken apart. Why? Because they were not mature in the Lord. എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് എന്നോട് ഒരാള് അങ്ങ് തിരിച്ചു പോയാലോ എന്നൊക്കെ ചിന്തിക്കുക സഹോദര എന്നൊക്കെയുള്ള സംഭാഷണങ്ങൾ. കാരണം എന്താ? എന്തിനാ ഇറങ്ങിയത്? എന്തുവാ കിട്ടിയത്? സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ആകുന്നില്ല, എന്നാ പിന്നെ അങ്ങ് പോയേക്കാം. You know what? ഈ പശ്ചാത്തലം നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദ സ്ട്രെങ്ത് ഓഫ് വൺസ് ഫെയ്ത്ത്. ഒരാളുടെ വിശ്വാസത്തിന്റെ ബലം അറിയുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇങ്ങനെ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോഴാ. എല്ലാം നല്ലതായിട്ടിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതോ സഭയിൽ വരുന്നതൊന്നും പ്രയാസമുള്ളതല്ല. പക്ഷെ ഇങ്ങനെ പ്രതിസന്ധികൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, സ്വന്തം സഹോദരങ്ങൾ, സ്വന്തം കുടുംബത്തിൽ നിന്നൊക്കെ പുറത്താക്കപ്പെടുമ്പോൾ can we still stand for the Lord is the question. അതിൽ വിശ്വാസത്തിലേക്കൊക്കെ ആദ്യമൊക്കെ ഇറങ്ങിയ പിതാക്കന്മാരൊക്കെ അവരായിരുന്ന സമുദായത്തിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നൊക്കെ അവരെ പുറത്താക്കിയ അനുഭവങ്ങൾ നമ്മുടെ പിതാക്കന്മാർക്ക് പലർക്കും ഉണ്ട്. പക്ഷെ ഇവിടെ ഈ എബ്രായ വിശ്വാസികൾക്ക് സംഭവിച്ചത്, വർഷങ്ങൾ മുന്നോട്ട് ചെന്നപ്പോൾ ഇവർ വിശ്വാസത്തിൽ ഉറച്ചില്ല. They were not mature in the Lord. വിശ്വാസത്തിൽ വളരാഞ്ഞത് കൊണ്ട്, വിശ്വാസത്തിൽ വേണ്ട നിലയിൽ ഉറയ്ക്കാഞ്ഞത് കൊണ്ട് ഇവർക്കിപ്പം സംശയമായി. കർത്താവിലുള്ള ആശ്രയമൊക്കെ പോയി തുടങ്ങി. അങ്ങ് തിരിച്ചു പോയാലോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഇവരിൽ പലരും ആയിത്തീർന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം ഒന്ന് നോക്കാമോ? 10 verses 35. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ധൈര്യം തള്ളിക്കളയരുത്. എന്താ പറ്റിയേ? ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ ഭാഗത്തൊക്കെ പറയുന്നത്
ഇവര് വിശ്വാസത്തിൽ ഇറങ്ങിയ സമയത്ത് ആവേശത്തോടെ കഷ്ടതയൊക്കെ സഹിച്ചവരാ. പക്ഷെ കാലം മുന്നോട്ട് ചെന്നപ്പോൾ പഴയ ധൈര്യം ഇല്ല, പഴയ ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയി. കൈകൾ കുഴഞ്ഞ്, കാലുകൾ തളർന്ന്, ബലമില്ലാതെ തീരുന്നൊരവസ്ഥ. ഇത് നമ്മളെടുത്ത് ഈ 12-ാം അധ്യായത്തിലെ ഒരു ഭാഗം, 12-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ എഴുതിയേക്ക് നോക്കണം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ. എന്താ അങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാരണം? ഇപ്പൊ മടുത്തു തുടങ്ങി, ഇപ്പൊ ക്ഷീണിച്ചു തുടങ്ങി, കാലുകൾ ആടിത്തുടങ്ങി, കൈകൾ കുഴഞ്ഞു തുടങ്ങി. അർത്ഥം, ഈ ലേഖനം എഴുതുന്ന ഈ വിശ്വാസികൾ, ലേഖനം സ്വീകരിക്കുന്ന ആദ്യത്തെ വിശ്വാസികളില് അവരിപ്പോൾ ആയിരിക്കുന്നത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്, ഒരു പിന്മാറ്റത്തിന്റെ ഒരു അനുഭവം. ചെറുതായിട്ട് ആ പഴയ ആരംഭത്തിലെ ആ വിശ്വാസത്തിന്റെ ദൃഢതയും ധൈര്യവും ഒക്കെ കുറഞ്ഞ് ചെറുതായിട്ട് മടുത്തു തുടങ്ങി. സ്പിരിച്വൽ ലെഥാർജി, സ്പിരിച്വൽ കോൾഡ്നെസ്, വേണ്ട നിലയിൽ സ്പിരിച്വൽ മെച്യൂരിറ്റി ഒന്നുമില്ലാതെ മടുത്തു തുടങ്ങിയ, ക്ഷീണിച്ചിരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളോടാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പൊ ഈ ലേഖനം എഴുതിയതിന്റെ പ്രധാന ഉദ്ദേശം അവരെ ബലപ്പെടുത്താനാണ്, അവരെ ധൈര്യപ്പെടുത്താനാണ്. നിങ്ങളുടെ ആദ്യത്തെ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക, വിശ്വാസം, ധൈര്യം ചോർന്നു പോകരുത്. അവരെ ബലപ്പെടുത്താൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. എന്തുവാണ് അവരെ ബലപ്പെടുത്താൻ വേണ്ടി ഈ എബ്രായ ലേഖന കർത്താവ് ഉപയോഗിച്ചത്? പൊതുവെ നമ്മുടെ ഇടയിൽ ഇപ്പൊ ഒരാൾക്ക് വിശ്വാസത്തിൽ ക്ഷീണം, അല്ലെ പ്രതിസന്ധികളൊക്കെ ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ സാധാരണ അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി പറയുന്നത് എന്തുവാ? നമ്മൾ പൊതുവെ പറയും, സഹോദര ഇതൊക്കെ മാറും, ഇതൊക്കെ മാറും, വലിയ കാര്യങ്ങൾ വരുന്നുണ്ട്, കർത്താവ് ചിലത് ചെയ്യും, ഈ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ല ദിവസങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ നമ്മൾ അവർക്ക് നൽകി അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ ലേഖനം വായിച്ചപ്പോൾ ഈ ലേഖനത്തിൽ ആടിയിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന, മടുത്തു തുടങ്ങിയ വിശ്വാസികൾ ഉറപ്പിക്കാൻ വേണ്ടി എബ്രായ ലേഖനത്തിൽ ആവർത്തിച്ചു പറയുന്ന പ്രയോഗം എന്തുവാണെന്നറിയാമോ? എബ്രായ ലേഖന കർത്താവ് ഈ വിശ്വാസികളെ ക്ഷണിക്കുക. എങ്ങോട്ടാണെന്നറിയാമോ? യു ലുക്ക് അറ്റ് ജീസസ്. യേശുവിലേക്ക് ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ക്ഷീണമാണോ? ലുക്ക് അറ്റ് ജീസസ്. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലൊക്കെ പറയുന്നത് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണമെന്ന്. ലുക്ക് കെയർഫുള്ളി അറ്റ് ജീസസ്. 12-ാം അധ്യായം, നമ്മൾ ഇന്നെടുത്ത 12-ാം അധ്യായത്തിൽ നമുക്ക് വളരെ അടുത്തറിയുന്ന ഒരു ഭാഗമാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. When you carefully observe Jesus, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ക്ഷീണങ്ങൾ മാറും. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ വിശ്വാസം ഉറയ്ക്കും. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ജയകരമായ ഒരു ജീവിതം സാധ്യമാകും. അതാണ് ഈ ലേഖന കർത്താവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഹി ഈസ് ഡൂയിങ്. ഈ 12-13 അധ്യായമുള്ള ഈ ലേഖനത്തിൽ യേശുവിന്റെ ഒരു അതിമനോഹരമായ പിക്ചർ അവരുടെ മുമ്പിൽ വരച്ചു കാണിക്കുക. എ ബ്യൂട്ടിഫുൾ പിക്ചർ അബൌട്ട് ജീസസ്. പ്രത്യേകിച്ചും യേശുവിന്റെ സുപ്രീമസി. അവരുടെ ഉള്ളിലത്തെ പ്രശ്നം, വിട്ടുപോന്ന ദേവാലയവും ചടങ്ങുകളും ആചാരങ്ങളും യാഗങ്ങൾ അവരെ തിരിച്ചു വിളിക്കുന്ന പോലത്തെ ഒരു ചിന്ത. മടങ്ങിപ്പോയാലോ? ദാറ്റ് വാസ് ബെറ്റർ, ദാറ്റ് ഈസ് മോർ അട്രാക്റ്റീവ്, അതാണ് കുറച്ചുകൂടെ നല്ലതെന്നൊക്കെയുള്ള ഒരു ചിന്ത. അങ്ങനെ ഇരിക്കുന്ന ഇവരോട് ഈ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, നിങ്ങൾ വന്നിരിക്കുന്നത് എവിടെയെന്നറിയണം. യു നീഡ് ടു നോ വേർ യു ഹാവ് കം. ഈ യേശു ക്രിസ്തു, നിങ്ങളിപ്പോൾ കടന്നു വന്നിരിക്കുന്ന യേശു ആരെന്നുള്ള പിക്ചർ നിങ്ങൾക്ക് ഉണ്ടാവണം. ഹി ഈസ് ബെറ്റർ ദാൻ എനിത്തിങ് ദാറ്റ് വാസ് ബിഫോർ. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന സകലതിനേക്കാളും ഉന്നതൻ യേശുവാണെന്നുള്ളൊരു പിക്ചർ. 1-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവം പണ്ട് ഭാഗമായും വിവിധങ്ങളായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് തന്റെ പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിക്കുന്നു. പറഞ്ഞു തുടങ്ങുന്നത് പഴയ നിയമത്തിലെ വെളിപ്പാടിനെ പറ്റി പറയാം. പണ്ട് ദൈവം സംസാരിച്ചത് എങ്ങനെയാണ്? പ്രവാചകന്മാർ മുഖാന്തരം, ഭാഗമായി, ലിറ്റിൽ ആൻഡ് ലിറ്റിൽ, ഹിയർ ആൻഡ് ദേർ. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ പറയാ യേശുവിൽ കൂടെ വ്യക്തമായ ഒരു വെളിപ്പാട്.
ദൈവം ആരെന്നുള്ള വെളിപ്പാട് തന്റെ പുത്രൻ നമുക്ക് വെളിപ്പെടുത്തി തന്ന പിക്ചർ പറയാ. അതിനുശേഷം പറയാ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശുവാണ്, മോശയേക്കാൾ ശ്രേഷ്ഠൻ യേശുവാണ്, യോശുവേക്കാൾ ശ്രേഷ്ഠൻ യേശുവാണ്, അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ, പഴയ നിയമത്തിന്റെ ഉടമ്പടിയേക്കാൾ, പഴയ നിയമത്തിന്റെ യാഗങ്ങളെക്കാൾ. പറഞ്ഞു വരുന്നത്, ഈ പുസ്തകം പഠിപ്പിക്കുന്നത് എന്തുവാണെന്നറിയാമോ? ദി ടോട്ടൽ ആൻഡ് കംപ്ലീറ്റ് സുപ്പീരിയോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്ഷീണിച്ചു മടുത്തു പോയോ? തിരിച്ചു പോണമെന്നൊക്കെ തോന്നുവാണോ? നിങ്ങൾ വിട്ടുവന്നതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയണം. നമ്മൾ ഇന്ന് എടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോ 11, 12 അധ്യായങ്ങൾ വളരെ പ്രസിദ്ധമായ, നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഭാഗങ്ങളാണ്. 11-ാം അധ്യായത്തിൽ പ്രത്യേകിച്ചും വിശ്വാസ വീരന്മാരുടെ നീണ്ട ഒരു പട്ടിക, അനേക ഹീറോസ് ഓഫ് ഫെയ്ത്ത്. ഈ ക്ഷീണിച്ചിരിക്കുന്ന സമൂഹത്തെ ഉറപ്പിക്കാൻ പഴയ നിയമത്തിലെ പല വിശ്വാസ വീരന്മാരുടെ ചരിത്രങ്ങൾ എഴുതി അവർ വിശ്വാസത്തിന് വേണ്ടി എങ്ങനെ നിന്നുള്ള ഒരു മോഡൽ അവർക്ക് വരച്ചു കാണിക്കുകയാണ്. അതിനുശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ഓടാൻ വേണ്ടി അവരോട് പറയാം. അതിന്റെ ഒടുവിലേക്ക് വരുന്ന ഒരു ഭാഗം, ഈ ലേഖനത്തിന്റെ തന്നെ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളുടെ ഒരു ക്ലൈമാക്സ് ആണ് നമ്മൾ ഇന്ന് വായിച്ച 2 വാക്യം, 28, 29 വാക്യം. അവിടെ പറയുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 28, 29 വാക്യം നമ്മളൊന്ന് നോക്കാം. ഒന്ന് വായിച്ചേട്ടോ, ഒന്നുകൂടി 28, 29 വായിക്കാം. Hebrews chapter 12 verse 28 to 29. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാർ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് ആ 12, 18 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ 28, 29 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വെക്കാൻ ആഗ്രഹിക്കുന്നത്. It says about a worship that God accepts. ദൈവത്തിന് പ്രസാദം വരുന്ന സേവ. അതാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് പ്രസാദം വരുമാറ് ഭയത്തോട് ഭക്തിയോടെ സേവ ചെയ്യുക. അർത്ഥം, ഈ വാക്യത്തിൽ നിന്ന് ദൈവം എന്നിൽ പ്രസാദിക്കണമെങ്കിൽ, എന്റെ ആരാധനയിൽ, എന്റെ സർവീസിൽ, എന്റെ വർഷിപ്പിൽ ദൈവം പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിരിക്കുന്ന ചില കാര്യം. That is what I want to place before you today from these verses. A worship, an offering that God accepts. ദൈവത്തിന് എന്റെ ആരാധനയിൽ എപ്പോൾ പ്രസാദം വരും? ആ വായിച്ച വാക്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത്, ദൈവത്തിന് എന്റെ ആരാധന, എന്റെ സേവ പ്രസാദമാവണമെങ്കിൽ എന്തോ വേണം? ആ വാക്യം വായിച്ചവരൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ, എന്തോ വേണം? നാം എങ്ങനെയുള്ളവരാവണം? എങ്ങനെയുള്ളവരാവണം? നന്ദിയുള്ളവരാകണം. എങ്ങനെയുള്ളവരാവണം? നന്ദിയുള്ളവരാകണം. God will only be pleased with our worship if we are filled with gratitude. നമ്മൾ അർപ്പിക്കുന്ന ആരാധന ദൈവത്തിന് എങ്ങനെയുള്ളതായിരിക്കണം? നന്ദിയോടുകൂടിയ ഒരാരാധന. ഇത് പറയുമ്പോ, is it possible to be thankful always? ജീവിതം എപ്പോഴും നന്ദി പറയാൻ അനുകൂലമായ സാഹചര്യമാകണമെന്നില്ല. ചില ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയത്തില്ല, പലരും എന്നെ കേൾക്കുന്നവര് പല സ്ഥലങ്ങളിൽ നിന്ന്, പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ കേൾക്കുന്നവരുണ്ട്. ഇത് പറയുമ്പോ നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോ, ഹൗ ക്യാൻ ഐ ബി ഗ്രേറ്റ്ഫുൾ? ഇറ്റ് ഈസ് നോട്ട് ഈസി. എനിക്ക് പറ്റുന്നില്ല, എന്റെ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല. ജീവിതത്തിന്റെ സാഹചര്യം കഠിനമാകുമ്പോൾ ഈ ഗ്രേറ്റ്ഫുൾനെസ്സിന് പകരം അറിയാതെ കംപ്ലൈന്റ് ആയി. വൈ ലോർഡ്, എന്താ ഇങ്ങനെ ആയി തീർന്നത്? നന്ദിക്ക് പകരം വൈ ക്വസ്റ്റ്യൻസ് ആണ്. ലൈഫ് ഈസ് ഡിഫിക്കൾട്ട്. ലൈഫ് ഈസ് നോട്ട് ഓൾവേസ് ദ സെയിം. ഇത് എഴുതുന്ന വിശ്വാസികളുടെ കോൺടെക്സ്റ്റ് ഞാൻ അതിനു വേണ്ടിയാണ് പറഞ്ഞത്. ഇവരോട് നന്ദിയുള്ളവരായിരിക്കണം, എന്നെങ്കിലേ ദൈവത്തിന് നിങ്ങളുടെ ജീവിതം കൊണ്ട് പ്രസാദം വരുത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാരണം മനസ്സിലായോ? ദേ ആർ ഓൾസോ നൗ സ്ട്രഗ്ലിംഗ്. അവരും സ്ട്രഗിൾ ചെയ്യാണ്. ജീവിതം വിശ്വാസത്തിലൊക്കെ ഇറങ്ങി, പക്ഷെ വർഷങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇവര് പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ.
വേണ്ടതുപോലെ ഇവർ ഉദ്ദേശിച്ചതുപോലൊന്നും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. നമ്മൾ ഒരു വാക്യം, ഒരു വേദവാക്യം ഇതിനോട് ചേർത്ത് വെക്കണം. നമ്മൾ മുമ്പേ വായിച്ചതാണെങ്കിലും ആ 10-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വരണം. അവർ കടന്നു പോകുന്ന സാഹചര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യം വ്യക്തമാകത്തുള്ളൂ. 10:32 മുതൽ താഴേക്കുള്ള വാക്യം ഒന്ന് നോക്കിക്കേ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം ആ നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും അടുത്തത്, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് ആ ആ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. കണ്ടോ എന്തോ കാര്യം മനസ്സിലായോ? ഇവര് പ്രകാശനം ലഭിച്ച ശേഷം, അതായത് വിശ്വാസത്തിലേക്കൊക്കെ വന്ന ആരംഭ സമയത്ത് ഭയങ്കര ശോധനയിൽ കൂടെ കടന്നുപോയവരാണ്. നിന്ദകൾ, പീഡകൾ, കൂത്തുകാഴ്ച, ഇവരുടെ കൂടെയുള്ള പലരും തടവിലായവരോട് ഇവര് സഹതാപം കാണിച്ച് അവരെയൊക്കെ ശുശ്രൂഷിച്ചു. സമ്പത്തുകളുടെ അപഹാരം, ഇവരുടെ പൊസഷൻസ് ഒക്കെ പിടിച്ചോണ്ട് പോയി. പക്ഷെ ഇതൊക്കെ അവരെങ്ങനെ സഹിച്ചവരാ? സന്തോഷത്തോടെ സഹിച്ചവരാണ്. പക്ഷെ അതിനുശേഷം പറയാ, എന്നാൽ നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എന്തോ പറ്റി? പണ്ട് ഇവര് സന്തോഷത്തോടെ ഇതൊക്കെ സഹിച്ചവരാ. പണ്ട് സന്തോഷത്തോടെ സമ്പത്ത് നഷ്ടപ്പെട്ടു, സ്തോത്രം, സന്തോഷമായിരുന്നു. പണ്ട് നിന്ദകൾ, കളിയാക്കുക ആൾക്കാര് വിശ്വാസത്തിൽ പോയതിന്, സന്തോഷമാ. യേശുവിനെ ഉയർത്തപ്പോ ആൾക്കാർ നിന്ദിച്ചു, സന്തോഷമാ. പല വിധത്തിൽ നിന്ദകളേറ്റു, സന്തോഷമാ. പക്ഷെ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയില്ല. ഇപ്പോൾ ഇവർക്ക് തോന്നുക, ഈ നിന്നയൊക്കെ ഞങ്ങൾ എന്തിനാ അയക്കുന്നേ? അങ്ങ് മടങ്ങിപ്പോയാൽ തീരാതെ പ്രശ്നമല്ലല്ലോ. അവരുടെ കൂടെ ഇരുന്ന് ആരാധിച്ചാ പോരെ? ഈ നിന്ദകളേറ്റ് ഞങ്ങൾ മടുത്തു തുടങ്ങി. ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൾട്ട്. ജീവിതത്തിന്റെ സാഹചര്യം ഗ്രേറ്റ്ഫുൾനെസ്സിന് പകരം റിഗ്രറ്റ് കൊണ്ടുവരിക. ഈ ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ? യേശു തന്നെയാണോ മശിഹ? എങ്ങാനും തെറ്റുപറ്റിയതാണോ? ഇതിന്റെയൊക്കെ പുറകെ പോണ്ട കാര്യം ഉണ്ടായിരുന്നോ? സംശയം, ആകുലത, സാഹചര്യങ്ങൾ അവരെ പുറകോട്ട് വലിക്കും. ഈ വാക്യത്തിൽ നിങ്ങൾ സന്തോഷമുള്ളവരെ, നന്ദിയുള്ളവരായി തീരണമെന്ന് പറയുമ്പോൾ, യഥാർത്ഥത്തിൽ നന്ദിയുള്ളവരായി തീരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ട്രൂ റീസൺ ബിഹൈൻഡ് ബീയിങ് ഗ്രേറ്റ്ഫുൾ? നന്ദിയുള്ളവരായി തീരാൻ പറയുമ്പോൾ അതെങ്ങനെ സാധിക്കും? ഇന്ന് തന്നെ ഞാനിപ്പോ ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരോട് പറഞ്ഞാൽ പലർക്കും പല കാരണങ്ങളായിരിക്കും നന്ദി പറയാൻ. സാധാരണ ഞായറാഴ്ച രാവിലെ സഭായോഗത്തിനൊക്കെ വരുമ്പോ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ വഴികൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനൊക്കെ പറയുമ്പോ പലർക്കും പല വഴികളാ. പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ ചിലര് കാണും, കഴിഞ്ഞ ആഴ്ചയെ ഓർത്ത് സ്തുതിക്കാൻ പറയുമ്പോ കഴിഞ്ഞ ആഴ്ച എന്നെ ഓർപ്പിക്കല്ലേ എന്ന് പറയുന്നവരും കാണും. ബിക്കോസ് ലാസ്റ്റ് വീക്ക് വാസ് ടെറബിൾ. ഐ ഡോണ്ട് വാണ്ട് ഈവൻ ടു റിമെമ്പർ ദാറ്റ് വീക്ക്. അത്രയും കഠിനമായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇന്ന് പ്രഭാതം, ഇതിപ്പം അവിടെ രാവിലെയാ, ഇന്ന് ഇവിടെ ഒരു ദിവസം കഴിയുക. ഇന്ന് പ്രഭാതത്തിലും കഠിനമായ സാഹചര്യങ്ങൾ നേരിട്ടവർ എന്നെ കേൾക്കുന്നവരിൽ കണ്ടേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ നന്ദിയുള്ളവരായി തീരും? When things go well, we can be joyful. But when things do not go well, how can we be joyful? കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് പോകുമ്പോൾ സ്തോത്രം പറയാൻ, നന്ദി പറയാൻ എളുപ്പമാണ്. പക്ഷെ കാര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, പ്രതീക്ഷിക്കാത്തത് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, പ്രതീക്ഷകളൊക്കെ അട്ടിമറിച്ച് ജീവിതത്തിന്റെ സാഹചര്യം കൈപ്പാകുമ്പോൾ എങ്ങനെ ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ മാർക്ക് ഓഫ് എ സ്പിരിച്വൽ പേഴ്സൺ. ആത്മീയന്റെ ലക്ഷണം അതാണ്. ടു റീപ്ലേസ് സോറോ, ടു റീപ്ലേസ് റിഗ്രറ്റ് വിത്ത് ഗ്രേറ്റ്ഫുൾനെസ്. ഹൃദയത്തിലെ ദുഃഖം, ഹൃദയത്തിലെ വേദന നന്ദി കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ ഇന്നത്തെ സന്ദേശവും കാരണമാകട്ടെ. എന്നെ കേൾക്കുന്നവരിൽ നിരാശകൾ ജീവിതത്തിന്റെ സാഹചര്യ നിമിത്തം ഉണ്ടായവരുണ്ട്. അപ്രതീക്ഷിതമായത്, അത് കുടുംബത്തിലാകാം, തലമുറയിലാകാം, വാട്ട് എവർ. യു എക്സ്പെക്ടഡ് സംതിങ് ഡിഫറെന്റ്,
ബട്ട് തിങ്സ് ഡിഡ്ന്റ് എൻഡ് അപ്പ് വെൽ. കാര്യങ്ങൾ നല്ലതായി പോയില്ല. വേദനയാ, പ്രയാസമാ, ഭയങ്കര മുറിവായി പോയി. ഒത്തിരി പ്രാർത്ഥിച്ചതൊക്കെയാ, എന്താ ഇങ്ങനെ ആയെന്ന് അറിയത്തില്ല. സ്തോത്രം പറയാൻ പറ്റുമോ? സ്തോത്രം പറയാൻ പറ്റണം. അതിനൊരു കാരണം ഈ വാക്യം കാണിക്കുന്നുണ്ട്. ഇവര് കടന്നുപോയ വേദന ഞാൻ വായിച്ചില്ലേ? അതികഠിനമായ വേദനയിൽ ഇവർ സന്തോഷത്തോടെ ജീവിച്ചവരാ. പക്ഷെ മടുത്തുപോയി. അവരെ വീണ്ടും ഉറപ്പിക്കാൻ ഒരു കാരണം പറയുന്നത് ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തുവാ കാരണം എന്നറിയാമോ? വി ആർ ഗിവൺ എ ഗിഫ്റ്റ്. യു ക്യാൻ ബി ഗ്രേറ്റ്ഫുൾ ബിക്കോസ് യു ആർ ഗിവൺ എ ഗിഫ്റ്റ്. നമ്മുടെ കയ്യിൽ ഒരു സമ്മാനം തന്നിരിക്കുക. ആ സമ്മാനം കയ്യിലുണ്ടെന്ന് ഓർത്താൽ എന്ത് സംഭവിച്ചാലും സ്തോത്രം പറയാൻ പറ്റും. എന്തുവാണ് കൈ കിട്ടിയേക്കുന്ന സമ്മാനം? ആ വാക്യം ഒന്നുകൂടെ വായിച്ച ആരംഭഭാഗം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നോണ്ട്. എന്തുവാ കിട്ടിയത്? ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്. ഇംഗ്ലീഷിൽ സിൻസ് വി ആർ റിസീവിങ് എ കിങ്ഡം, വി ആർ റിസീവിങ് എ കിങ്ഡം, വി വിൽ റിസീവ് എ കിങ്ഡം എന്നൊക്കെ പല വേർഷൻസിലുണ്ട്. മലയാളത്തിലും പ്രാപിക്കുന്നത് കൊണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്, ആ വാക്കിന്റെ അർത്ഥം, അതിന്റെ ആ ടെൻസ് നൽകുന്ന അർത്ഥം ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന ദൈവരാജ്യം എന്ന് മാത്രമല്ല, മറിച്ച് വിശ്വാസത്തിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ എന്തോ ലഭിച്ചു? ദൈവരാജ്യം ലഭിച്ചു. സ്തോത്രം, സ്തോത്രം. ഈ ദൈവരാജ്യത്തിന് ഒരു ഭാവി പൂർത്തീകരണം, എ കംപ്ലീറ്റ് ഫുൾഫിൽമെന്റ് ഉണ്ട്. പക്ഷെ വിശ്വാസത്തിൽ വന്നപ്പോൾ തന്നെ ഞാൻ മറ്റൊരു രാജ്യത്തിന്റെ ഭാഗമായി. അതുകൊണ്ടല്ലേ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, അന്ധകാരത്തിൽ നിന്ന് തന്റെ പുത്രന്റെ, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് എന്നെ മാറ്റിയ ട്രാൻസ്ഫർ ഓഫ് കിങ്ഡം. സ്തോത്രം. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു സമ്മാനമാണ് ദൈവത്തിന്റെ രാജ്യം. എന്നിട്ട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ രാജ്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തോ രാജ്യമാണിത്? ഇളകാത്ത രാജ്യം, അൺഷേക്കബിൾ കിങ്ഡം. ഈ അൺഷേക്കബിൾ കിങ്ഡം എന്തുവാന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം കൂടെ വായിക്കണം. 26, 27 വാക്യം ഒന്ന് വായിച്ച് ഈ അൺഷേക്കബിൾ എന്താണെന്ന് വ്യക്തമാക്കാൻ പറ്റും. Hebrews chapter 12 verse 26 to 27. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെ ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. എന്തോ മനസ്സിലായി? പഴയ നിയമത്തിലെ ഒരു പ്രോഫസി ഇവിടെ ലേഖനകർത്താവ് എടുത്തൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യാം. പറഞ്ഞതിന്റെ ആശയം ഇത്രേ ഉള്ളൂ: ഭൂമിയെ ഇനി ഞാൻ ഒന്നും കൂടെ ഇളക്കും. എന്തിനാ ഇളക്കുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, നിർമ്മിതമായ സകലതും മാറും, ഇളക്കമില്ലാത്തത് മാത്രം നിലനിൽക്കും. പറഞ്ഞു വരുന്നത്, എവറി ക്രിയേറ്റഡ് തിങ്സ് ഓൺ എർത്ത് വിൽ ബി ഷേക്കൺ ആൻഡ് മൂവ്. ഭൂമിയിൽ നമ്മൾ കാണുന്ന സകലതും, സൃഷ്ടിക്കപ്പെട്ട സകലതും ഇളകി മാറാൻ പോകുന്നു. എന്നിട്ടാണ് പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് സന്തോഷിക്കാം, കാരണം നിങ്ങൾക്ക് കിട്ടിയ രാജ്യം ഇളകുന്നതല്ല. ഇന്ന് നമ്മളൊക്കെ പല രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണ്. ഇപ്പൊ നാട്ടിലത്തെ ഒരു രീതി അനുസരിച്ച് ഇപ്പൊ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യണമെങ്കിൽ, സ്ഥലം വാങ്ങിച്ചു വീട് വെക്കണമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നാട്ടിലുള്ള ഈ ഏരിയയിലൊക്കെ ഉള്ളവരുടെ മനസ്സിൽ വരുന്നത്, വെള്ളപ്പൊക്ക സമയത്ത് വെള്ളം കേറാത്ത സ്ഥലത്ത് എന്തോ ചെയ്യണം? വീട് വെക്കണ, സ്ഥലം വാങ്ങണം. കാരണം അല്ലെ, അതേപോലത്തെ ഒരു പ്രളയം വന്നാൽ നമ്മുടെ എല്ലാം പോക്കല്ലേ. വി വിൽ ലുക്ക് ഫോർ സേഫ് പ്ലേസസ്. വെള്ളം കയറാത്തിടമുണ്ടോ? സേഫ് ആയിട്ടുള്ള സ്ഥലമാണോ? അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ടോ? ഇങ്ങനെയുള്ള സേഫ്റ്റിയൊക്കെ നോക്കി നാട്ടിലെ ആൾക്കാർ തെറ്റില്ലേ. പക്ഷെ ഇപ്പൊ നാട്ടിലെ ആൾക്കാർ അധികം ഇല്ല. യൗവനക്കാരും ഇവിടെ ഉള്ള പിള്ളേരെയൊക്കെ നമ്മള് സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലേക്ക് ആൾക്കാർ പോവുകയാണ്.
കുറച്ചും കൂടെ നല്ലതായിട്ട് ഞങ്ങൾക്ക് ജീവിക്കണം, കുറച്ചും കൂടെ സേഫ് ആയിട്ട് ഞങ്ങൾക്ക് പാർക്കണം, കുറച്ചും കൂടെ ബെറ്റർ പ്ലേസ് ഓഫ് ലിവിങ്. ഈ വാക്യം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചോണം. ഭൂമിയിൽ നമ്മൾ കാണുന്ന നിർമ്മിതമായ സകലതും ഇളകാൻ പോകുന്നതാണ്. ചെറിയ ഇളക്കങ്ങൾ അവിടെ ഇവിടൊക്കെ തുടങ്ങിയിട്ടില്ലയോ? പല രാജ്യങ്ങളിൽ ഇപ്പോൾ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളാണ്. പലയിടത്തും പ്രതീക്ഷിക്കാത്ത നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാണുന്നു. ഇതൊക്കെ എന്തുവാ? യേശുവിന്റെ വാക്കി പറഞ്ഞ ഈറ്റുനോവിന്റെ ആരംഭം മാത്രമോ? ഇത് മൊത്തം ഇളകി മാറാൻ പോകുന്നതേ ഉള്ളൂ. Every beautiful city will be destroyed. Every strong countries will be shaken. Everything on the earth will be shaken and moved apart. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വാസികളോട് പറയുക, ഇന്ന് എന്നെ കേൾക്കുന്ന കൃപ ലഭിച്ച നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകണം. കാരണം ഈ ലോകത്തിലുള്ള സകലതും ഇളകിയാലും എന്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന, ഞാൻ ഭാഗമായി തീർന്നിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. അത് ഇളക്കം തട്ടാത്തൊരു രാജ്യമാണ്. ഇത് പറയുമ്പോൾ ഈ പാർക്കുന്ന സ്ഥലം, ഈ രാജ്യം, ഇതൊക്കെ പറയുമ്പോൾ ഈ 11-ാം അധ്യായത്തിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. 11-ാം അധ്യായം 9-10 വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്ത്. ആരെ പറ്റി പറയാ? എബ്രഹാമിനെ പറ്റി പറയാണ്. വാഗ്ദത്ത നാട് കനാനി ചെന്നു. പക്ഷെ കനാനി ചെന്നപ്പോഴും അബ്രഹാമിന് ഇവിടെ വീട് പണിയണ്ട. അല്ല, നല്ലൊരു വീടങ്ങ് പണി വേണ്ട. എന്താ കാരണം? കൂടാരം മതി. എന്താ കൂടാരം പറയുന്നത്? അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം വരുന്നുണ്ട്. ആ നഗരത്തിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നവരാണ്. അവരധികം നല്ലതിനെ, സ്വർഗീയമായി ഇതിനെ കാക്ഷിക്കുന്നു. 13-ാം വാക്യത്തിൽ പറയുന്നത്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന, 13-ന്റെ 14-ാം വാക്യം ഒന്ന് നോക്കിക്കേ. വേഴ്സസ് 14, ചാപ്റ്റർ 13. ആകയാൽ നാം അവന്റെ നിന്നത് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. നമ്മൾ അന്വേഷിക്കുന്നത് വരുവാനുള്ളതാണ്. പറഞ്ഞു വരുന്ന കാര്യം, ദ റീസൺ ഫോർ ജോയ്, നമ്മുടെ ഉള്ളിൽ വേദനയ്ക്ക് സ്ഥാനമില്ല. പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം യു ഹാവ് ബീൻ ഗിവൺ എ കിങ്ഡം ദാറ്റ് കാനോട്ട് ബി ഷേക്കൻ. ദൈവം ആഗ്രഹിക്കുന്ന റെസ്പോൺസ് അതാണ്. ദൈവം ഒരു സമ്മാനം നൽകിയിട്ട്, ഗോഡ് ഈസ് എക്സ്പെക്ടിങ് ദാറ്റ് വി വിൽ ബി ഗ്രേറ്റ്ഫുൾ ഫോർ എവർ, വി വിൽ ബി താങ്ക്ഫുൾ ടു ഹിം. ഞാനിത് പറയുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കേൾക്കാനും പ്രസംഗിക്കാനും ഒരു രസമുണ്ട്. പക്ഷെ ആത്മാർത്ഥമായി നമ്മൾ ഉള്ളിലൊന്ന് ശോധന ചെയ്ത് നോക്കിക്കേ. ഞാനിതിവിടെ നമ്മുടെ ഇവിടെയൊക്കെ പലയിടത്ത് ഞാൻ സംസാരിച്ചു. The promise of God's unshakable kingdom നമ്മളെ ഇപ്പൊ എക്സൈറ്റ് ചെയ്യത്തില്ല. കാലം മാറിപ്പോയി. ദൈവം പ്രതീക്ഷിക്കുന്ന നന്ദി നമ്മുടെ ഉള്ളിൽ നിന്ന് സത്യത്തിൽ വരാൻ പ്രയാസമാണ്. ഈ ലേഖനം ഇത് വായിക്കുമ്പോ ഇതിന്റെ യഥാർത്ഥത്തിൽ അർത്ഥം എന്താണെന്നറിയാം? ഇതിന്റെ റിയൽ മീനിങ് ഇസ് വെരി പ്ലെയിൻ, വെരി സിമ്പിൾ. 27 നമ്മൾ ചേർത്ത് വായിച്ചല്ലേ, ഇതിന് അർത്ഥത്തിലേ ഉള്ളൂ. ഇബ്രായ വിശ്വാസികളോട് ലേഖനകർത്താവ് പറയാ, ഡോണ്ട് വറി, നിങ്ങൾ ഒന്നിനെ ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങളുടെ ഈ ഇതെല്ലാം ഇളകി മാറാൻ പോകുന്നതാ. നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഒന്ന് വരാനുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു കൂട്ടായ്മ ചെന്നിട്ട് പറയാ, പ്രിയമുള്ളവരെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീടൊന്നും കാണണമെന്നില്ല, എല്ലാം പോകും. പക്ഷെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. You know what has happened? Material abundance has blinded our eyes of eternal things. നിത്യമായ കാര്യങ്ങളുടെ ദർശനത്തെ കാണാൻ പറ്റാതെ ഭൗതികമായ സമ്പന്നതയും
പണത്തിന്റെ കൊഴുപ്പും നമ്മുടെ കണ്ണ് അന്ധത പിടിപ്പിച്ചിരിക്കുന്നു. We have been blinded. We no longer get excited for things eternal because we have better things on earth. പാസ്റ്റർ അങ്ങനെ പറയല്ലേ. ഞാൻ പണിതെന്റെ വീട്, ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഞങ്ങളുടെ വീട്, വണ്ടി, വള്ളം, ഇങ്ങനെ നമ്മൾ ഇവിടെ പൊസഷൻസ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ ഇത് ഇളകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സന്തോഷത്തിന് പകരം ചിലപ്പോൾ നമുക്കുള്ള സന്തോഷം കൂടെ പോകും. തലത്തിൽ ഇത് തന്നെയാണ് എബ്രായ ലേഖനത്തിലും പറയുന്നത്. 13-ാം അധ്യായത്തിൽ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ദിവ്യാഗ്രഹത്തെ പറ്റി പറയുന്നുണ്ട്. കീപ് യുവർ സെൽഫ് ഫ്രീ. പണത്തോടുള്ള കൊതിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുമെന്ന. കീപ് യുവർ സെൽഫ് അവേ. കാരണം ഇത് ഈ പണക്കൊതി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളകാത്ത രാജ്യം ഓർത്ത് നന്ദി ഉള്ളവരാകാൻ പറ്റത്തില്ല. ഇവിടെയുള്ള നമ്മുടെ ചെറിയ ചെറിയ രാജ്യങ്ങൾ ഓർത്താ സ്തോത്രം ചെയ്യുന്നത്. ഇവിടെ കിട്ടിയത് ഇവിടെ ഉള്ളത് ഓർത്ത് മാത്രമേ സ്തോത്രം ചെയ്യാൻ പലപ്പോഴും പറ്റുന്നുള്ളൂ. ഞാനിതിങ്ങനെ ധ്യാനിച്ചപ്പോൾ, ഈ ഭാഗങ്ങളൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. വ്യക്തിപരമായിട്ട് എന്റെ കുഞ്ഞിലെയാണ് എന്റെ പപ്പ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഞങ്ങൾ മറ്റൊരു ഗൾഫ് രാജ്യത്തിൽ പാർക്കുന്ന സമയമാണ്. എന്റെ പപ്പ സമുദായത്തിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ വരുമ്പോ വളരെ സന്തോഷത്തോടൊക്കെ ഇറങ്ങി. വെക്കേഷന് ഞാൻ നാട്ടിൽ വന്നു. ഗൾഫിൽ നിന്ന് നാട്ടിൽ വെക്കേഷന് വന്നു. അപ്പൊ ബെന്തിക്കോസിൽ ഞങ്ങൾ പോയെന്നറിയാം. അന്നത്തെ ആ സമുദായ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ നമ്മളെ ഒഴിവാക്കി. അപ്പൊ തൊട്ടടുത്ത് പാർക്കുന്ന പപ്പയുടെ സ്വന്തം മൂത്ത സഹോദരൻ എന്റെ പപ്പയോട് പറയും, നിനക്കിനി എന്തോ അഡ്രസ്സാണോ ഉള്ളത്? നീ ഇവിടുന്ന് പോവാൻ നോക്ക്. നീ ബെന്തിക്കോസിൽ പോയാൽ നിനക്ക് ഇനി അഡ്രസ് ഒന്നും ഇല്ല. ഗെറ്റ് അവേ ഫ്രം ഹിയർ. എന്തോ സംസാരം ഉണ്ടായതാ. അതിന്റെ ഇടയ്ക്ക് പുള്ളി ദേഷ്യത്തിൽ പറഞ്ഞതാ, നിനക്ക് എന്തോ അഡ്രസ്സാ, നീ ഇതൊക്കെ പോവാൻ നോക്ക്, നിന്റെ വഴിക്ക് പോ. പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ പപ്പയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ദേശത്തുണ്ടായിരുന്ന പ്രോപ്പർട്ടിയും സ്ഥലവും ഒക്കെ പോയി. ഞങ്ങൾ ആ ദേശം വിട്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ചില വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഇപ്പൊ 3 വർഷമായി, എന്റെ പപ്പ മരിച്ചിട്ട് ഇപ്പൊ 3 വർഷമായി. അന്ന് പപ്പ ഈ സ്ഥലമൊക്കെ വിട്ടുപോകുന്നൊക്കെ പറയുമ്പോൾ ഞാൻ അന്ന് കുഞ്ഞാണ്, ഐ എം ജസ്റ്റ് ഗ്രോയിങ് അപ്പ്. എനിക്കിത് ഉൾക്കൊള്ളാനേ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്തോ പരിപാടി കാണിക്കുന്നത്, അത് അങ്ങനെ വിറ്റിട്ട് പോയി കഴിഞ്ഞാൽ എന്തോ അതൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ചെയ്തു പപ്പയോട്. പിന്നീടാണ് നമ്മളിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പോലും മനസ്സിലാകുന്നത്, വാട്ട് ഈസ് ബെറ്റർ ആൻഡ് വാട്ട് ഈസ് ഗ്രേറ്റ്. പിന്നീട് എന്റെ പപ്പ മരിക്കുന്ന സമയമായപ്പോൾ ഞാൻ അന്ന് അവിടെ കടന്നു വന്ന ജനത്തോടൊക്കെ എന്റെ സാക്ഷ്യത്തിൽ ഞാൻ പലപ്പോൾ കോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്റെ മനസ്സിൽ പല ചിന്തകൾ വന്നു. പപ്പ പറഞ്ഞതും ഞങ്ങളുടെ പഴയ സംഭാഷണങ്ങളൊക്കെ എന്റെ ഓർമ്മയിൽ വന്നു. മരിക്കുന്ന സമയമായപ്പോൾ, മരിച്ചു കഴിയുമ്പം പത്രത്തിൽ കോളം കൊടുക്കും, ഇന്നയാള് മരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും എന്റെ ചേട്ടനെ സംസാരിച്ചു, ഇത് പത്രത്തിൽ ഇടണ്ടേ, ആൾക്കാർ അറിയണ്ടേ. അപ്പൊ ഒരു കൺഫ്യൂഷൻ, സ്ഥലത്തിന്റെ പേര് ഏത് വെക്കണം? കാരണം ഞങ്ങൾ പാർക്കുന്നത് ഇപ്പൊ തിരുവല്ലെന്ന് വെച്ചാലേ ഞങ്ങൾ ഇമ്മീഡിയറ്റ് ഇവിടെ ഉള്ളവർക്ക് അറിയത്തുള്ളൂ. ഞങ്ങളുടെ സ്വദേശം വേറൊരു സ്ഥലത്താണ്, റാന്നി അപ്പുറമാണ്. അത് വെച്ചാൽ മാത്രമേ അവിടെ ഉള്ളവർക്ക്, കുടുംബക്കാർക്ക് അറിയത്തുള്ളൂ. ഞങ്ങൾ അന്ന് ചർച്ച്, ഞാനന്ന് കോട്ടയത്ത് പഠിച്ച്, കോട്ടയത്തിന് അപ്പുറത്തൊരുത്താണ് ചർച്ച്. അപ്പൊ കോട്ടയം വെച്ചാൽ അവിടെയുള്ള സഭാവിശ്വാസികൾക്ക് അറിയത്തുള്ളൂ. നമുക്കൊരു സംശയം, എന്തു വെക്കും, എവിടെ വെക്കും? അപ്പൊ ഞാൻ ഓർത്തൊരു സംഭവം ഉണ്ട്. എന്റെ പപ്പ ഒരു ഇച്ചിരി തമാശ രൂപേണ പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഗൾഫിൽ പല പാസ്റ്റർമാർ വിസിറ്റിങ്ങിനൊക്കെ വരും. അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊക്കെ അന്ന് യോഗം നടക്കും. അപ്പൊ യോഗം കഴിഞ്ഞ് പോകുമ്പോ വിസിറ്റിങ്ങിന് വരുന്ന പാസ്റ്റർമാർ പറയും, തോമസ് ബ്രദറിന്റെ ഫോൺ നമ്പരും അഡ്രസ്സൊക്കെ തരണം, നാട്ടിൽ സഹോദരൻ വരുമ്പോ നമുക്ക് കാണണം, കൂട്ടായ്മ ആചരിക്കണം എന്നൊക്കെ പാസ്റ്റർമാർ പറയും. അപ്പം പപ്പ പറയും, ദേവദാസൻ എഴുതിക്കോ, എന്റെ അഡ്രസ്സ് ഞാൻ പറയാം, എഴുതിക്കോ, ഡാനിയൽ സി തോമസ്, കെയർ ഓഫ് ജീസസ്, സ്വർഗം പിയോ. അപ്പൊ ചില പാസ്റ്റർമാരൊക്കെ ഇതങ്ങ് എഴുതും, സ്വർഗം വീട്ടുപേരാന്ന് ഓർത്തിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പോ സ്വർഗത്തെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ മരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ ആ പറഞ്ഞ കാര്യം എന്തോ ഒരു യാഥാർത്ഥ്യമായെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പറയാൻ പറ്റുന്നത് ചിലപ്പോ ഇവിടുത്തെ പോയത് കൊണ്ടായിരിക്കാം ഞാൻ ചിന്തിക്കുക. ഇന്നിപ്പോ പലയിടത്തും ഇതൊന്നും പറഞ്ഞാ എന്താ പറ്റത്തില്ല.
കാരണം നമ്മള് വിശ്വാസത്തിൽ വന്നത് തന്നെ എന്തിനാന്ന് പറഞ്ഞിരിക്കുക, ഒരു വീടിനൊരു വിശാലതയും ജോലിക്കൊരു സാധ്യത എന്നൊക്കെ പറഞ്ഞിരിക്കുക. പക്ഷെ ഹൃദയത്തിൽ നന്ദിയോടെ സ്തുതിക്കാൻ കഴിയും. ഇവിടെ വീടുണ്ടെങ്കിൽ സ്തോത്രം, ഇല്ലെങ്കിൽ സ്തോത്രം കുറച്ചുകൂടെ നീട്ടി പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഉള്ളത് എത്ര വലുതാണെങ്കിലും ഇതെല്ലാം ഇളകി, ഇതെല്ലാം നശിക്കാനുള്ളതാണ്. പക്ഷെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. കാരണം ഇളകാത്ത, നിത്യമായ, നിലനിൽക്കുന്ന, ദൈവം പണിത്, ദൈവം അടിസ്ഥാനമിട്ട ഒരു നഗരത്തിലേക്ക് പോകുന്നവരാണ് നമ്മൾ. ഇത് പറയുമ്പോ നമ്മൾ ചിന്തിക്കണം, ഈ വേർ ആർ അവർ ഇൻവെസ്റ്റ്മെന്റ്സ്, നമ്മുടെ നിക്ഷേപം എവിടാണ്? രസകരമായ സംഭവമുണ്ട്. ഈ ഗൾഫിൽ ആൾക്കാർ പോകുമ്പോൾ, ഞങ്ങളൊക്കെ ഗൾഫിൽ വളർന്നവരാണ്. ഈ ഗൾഫിൽ പോകുമ്പോൾ, ഗൾഫിൽ ഈ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ ഒത്തിരി അങ്കിൾമാർ ഞങ്ങളുടെ ചർച്ചിലേക്ക് ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, സഹോദരന്മാർ ഒറ്റയ്ക്ക് അവിടെ താമസിച്ച് അവര് ക്യാമ്പുകളിൽ വളരെ ലിമിറ്റഡ് സാഹചര്യത്തിൽ താമസിച്ച് പൈസയൊക്കെ സേവ് ചെയ്യും. വളരെ കഷ്ടപ്പെട്ട് അവിടെ ജീവിക്കുന്നവരാ. പക്ഷെ അവരൊക്കെ നാട്ടിൽ വന്ന് കാണുമ്പോൾ നാട്ടിൽ അവർ എന്തോ ചെയ്യുന്നുണ്ട്, ഈ പൈസ എല്ലാം സേവ് ചെയ്ത് നാട്ടിൽ ദേ ആർ ഇൻവെസ്റ്റിംഗ്, ദേ ആർ ബിൽഡിംഗ് ഹൗസസ്, ദേ ആർ സെറ്റിലിംഗ് ഡൗൺ ഇൻ ഇന്ത്യ. പക്ഷെ വെസ്റ്റിലേക്ക് പോകുന്നവർ ആ രാജ്യത്ത് പോയി സെറ്റിൽ ആകുന്നു. എനിവേ, ഈ ഗൾഫിലും ഇതിലും തമ്മിൽ അർത്ഥം, ഗൾഫിൽ താമസിക്കുമ്പോൾ നമുക്കറിയാം ദിസ് ഈസ് നോട്ട് അവർ ഓൺ ലാൻഡ്. കാരണം അവിടെ വീട് വാങ്ങിച്ച് സെറ്റിൽ ആവാനുള്ള സാധ്യതകളില്ല. ഇത്ര വർഷം കഴിയുമ്പോൾ കോൺട്രാക്ട് പുതുക്കി കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ വരണമെന്ന് ആൾക്കാർക്ക് അറിയാം. അപ്പൊ അവിടെ വലിയ സെറ്റിൽമെന്റിന് പോകത്തില്ല. ഉള്ളതൊക്കെ എവിടോട്ട് വിടും? സ്വന്തം നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. വിശ്വാസിയെ സംബന്ധിച്ച് സ്വന്തം നാട്ടിൽ പാർക്കുമ്പോൾ ഇതല്ല എന്റെ സ്വന്തമെന്ന് തിരിച്ചറിഞ്ഞ്, ദിസ് വേൾഡ് ഈസ് നോട്ട് മൈ ഹോം, ഐ ആം ഗോയിങ് ടു മൈ ഓൺ ഹോം എന്നുള്ള ദർശനമാണ് നമുക്കുണ്ടാകേണ്ടത്. സ്തോത്രം ചെയ്യാൻ വകയുണ്ടോ? ഹൃദയം നന്ദി കൊണ്ട് നിറയാൻ വകയുണ്ടോ? ഈ ലോകത്തിലെ പ്രതിസന്ധികൾ എത്ര ആഞ്ഞടിച്ചാലും എനിക്ക് ഇളക്കം തട്ടത്തില്ല എന്നുള്ള ബോധ്യം ഉണ്ടാകണം. എബ്രായ വിശ്വാസികൾക്ക് പറ്റിപ്പോയത്, സാഹചര്യങ്ങൾ ഇവരെ വിശ്വാസത്തിൽ ഇളക്കിയപ്പോൾ ഈ ലേഖനകർത്താവ് പറയാ, വൈ ആർ യു ഷേക്കൺ? യു ഓൾറെഡി ഹാവ് എൻ അൺഷേക്കബിൾ കിങ്ഡം. നിങ്ങൾ എന്തിനാ ഇളകിപ്പോയെ? നിങ്ങൾക്ക് ഇളക്കമില്ലാത്തൊരു രാജ്യമുണ്ടല്ലോ. ബി സ്ട്രോങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ടു ദ ലോർഡ്. അപ്പൊ ഈ വാക്യത്തിൽ നമ്മൾ കണ്ടത്, ദൈവത്തിന് പ്രസാദമുള്ള യാഗം. ദൈവത്തിന് യാഗം പ്രസാദമാകണമെങ്കിൽ നന്ദിയുള്ളവരായി നമ്മൾ അതിനെ അർപ്പിക്കണം. ദൈവത്തിന് നന്ദിയുള്ള യാഗം അർപ്പിക്കണമെങ്കിൽ നമ്മുടെ സാഹചര്യം നോക്കിയാൽ നന്ദിയുള്ളവരാകാൻ എപ്പോഴും കഴിയത്തില്ല. അതിന് ദൈവം തന്നിരിക്കുന്ന സമ്മാനം, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ദൈവരാജ്യം, വരാനിരിക്കുന്ന നിത്യത എന്നുള്ള കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. ഈ കാര്യം പറയുമ്പോൾ 28-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ഇളകാത്ത രാജ്യം നിങ്ങൾ പ്രാപിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, ആകയാൽ, therefore, that means it is a summary or conclusion of things that have been told above. പല കാര്യങ്ങൾ മേളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു സമ്മറി ആയിട്ടാണ് ലാസ്റ്റിൽ പറഞ്ഞത്, ആകയാൽ നിങ്ങൾക്ക് ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് നന്ദിയുള്ളവരായി തീരാൻ കഴിയും. അതിനുള്ള കാരണങ്ങൾ ഇളകാത്ത രാജ്യം പ്രാപിച്ചു എന്നുള്ളതാണ്. വീണ്ടും അതിനോട് ചേർന്ന് ചില കാരണങ്ങൾ നമുക്ക് ഇതിന്റെ മേളത്തെ ഭാഗങ്ങളിൽ കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് ആ വാക്യങ്ങൾ ഞാൻ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കാണുന്നത് 18 മുതലുള്ള വാക്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം നമ്മളെ കാണത്തില്ല, എങ്കിലും അതിന്റെ ആ ഒരു ഓവർവ്യൂ ഞാൻ ഒന്ന് പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നോക്കിക്കോ, വേഴ്സ് 18 മുതൽ താഴേക്കുള്ള വാക്യം ഒന്ന് വായിക്കാമോ? സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്നപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. മതി. ഇവിടെ കാണുന്ന ഞാൻ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കുക, ബൈബിൾ എടുക്കുന്നവരൊക്കെ നോക്കുക. 18 മുതൽ
24 വരെയുള്ള വാക്യങ്ങളാണ് ആ ഒരു ഭാഗം നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കുന്നത്. ഈ 18 മുതൽ 24 വരെയുള്ള ഭാഗത്ത് 2 പർവ്വതങ്ങളെ നമുക്ക് കാണാം. 2 മൗണ്ടൻസ്, 2 പർവ്വതങ്ങൾ. ഒന്നാമത്തെ പർവ്വതത്തിന്റെ വിവരണമാണ് ഇപ്പോൾ പ്രിയചാൻ വായിച്ച ഭാഗം 18 മുതൽ 21 വരെയുള്ള വാക്യം. അവിടെ പർവ്വതത്തിന്റെ പേരെഴുതിയിട്ടില്ല. പക്ഷെ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഏത് പർവ്വതമാണ്. സീനായ് പർവ്വതമാണ്, മൗണ്ട് സീനായ്. അതെന്തുകൊണ്ടാ? ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഭാഗമാണ്. ഇപ്പൊ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. എക്സോഡസ് ചാപ്റ്റർ 19 and 20 ഇതിന്റെ സെയിം കാര്യങ്ങൾ പറയുന്നതാണ്. അതുകൊണ്ട് ഇതിനോട് ചേർത്ത് വെച്ചെങ്കിൽ ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. 18-19 അധ്യായത്തിൽ പറയുന്ന കാര്യം, ദൈവം ജനത്തിന്റെ അരികിലേക്ക് വരികയാണ്. ദൈവം ജനത്തിന്റെ അരികിലേക്ക് വന്ന് ഇസ്രായേൽ മക്കളുടെ നടുവിൽ ഇറങ്ങി വന്ന് അവരുമായിട്ട് ഉടമ്പടി ചെയ്ത് അവർക്ക് നിയമങ്ങൾ നൽകുന്നതാണ് 19 മുതലുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. ആ സംഭവത്തെ എടുത്തുകൊണ്ട് ഈ ലേഖനത്തിലെ 2 പർവ്വതങ്ങൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തുക. ഒന്നാമത്തെ പർവ്വതം മൗണ്ട് സീനായ്. അതിന്റെ വിശേഷണങ്ങൾ 7 കാര്യങ്ങളാണ് ഈ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മൗണ്ടൻ ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്, തീ കത്തുന്ന കൂരിരുട്ട്, മേഘ തമസ്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം. എന്തൊക്കെയാണ്? ഡാർക്ക്നെസ്, സ്റ്റോം, ട്രംപറ്റ് ബ്ലാസ്റ്റ്, മൗണ്ടൻ ഓൺ ഫയർ. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്തുവാ മനസ്സിലാകുന്നതെന്ന് അറിയാമോ? ഇത് പറയുന്നത് എക്സോഡസിലെ ആ സംഭവമാണ്. ഇത് കണ്ട ജനം പറഞ്ഞത് എന്തുവാ? ഇത് കണ്ട പഴയ നിയമത്തിലെ യഹൂദന്മാര് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ പറഞ്ഞു, പ്ലീസ് ഡോണ്ട് സ്പീക്ക് ടു us, ഞങ്ങളോട് സംസാരിക്കണ്ട. They begged to the Lord, കർത്താവിനോട് ബെഗ് ചെയ്തു, പ്ലീസ് ഇനി സംസാരിക്കല്ല, ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഭയാനകമായ ഭീതി ഉളവാക്കുന്ന ഒരു എൻകൗണ്ടർ മൗണ്ട് സിനായിൽ നടക്കുക. ജനം പറഞ്ഞു, വേണ്ട, വി ഡോണ്ട് വാണ്ട് ടു ലിസൺ എനിത്തിങ് മോർ. മോശയോട് സംസാരിച്ചാ മതി, മോശ കേട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞാ മതി. പക്ഷെ മോശ എന്തോ പറയുന്നേ? പഴയ നിയമത്തിന്റെ ഉടമ്പടിയുടെ മധ്യസ്ഥനായ മോശയും പറയാ, അവിടെ എഴുതിയിട്ടുണ്ട്, ഐ ആം ടെറിഫൈഡ് ആൻഡ് ട്രംബ്ലിംഗ്, ഞാനും ഭയപ്പെട്ടു വിറയ്ക്കുന്നു. ഇത് ഏത് സംഭവം എന്നറിയാമോ? ഞാൻ പറഞ്ഞു, ദൈവം ഇറങ്ങി വരുന്ന സമയത്ത് ദൈവം ഇവരോട് പറഞ്ഞിരുന്നു, മോശയിൽ കൂടെ ദൈവം സംസാരിച്ചിരുന്നു, 3 ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം, പാപം പാളയത്തിൽ ഉണ്ടാകരുത്. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, പർവ്വതത്തെ ആരും തൊടാൻ പാടില്ല, ആരെങ്കിലും തൊട്ടാൽ അവൻ കൊല്ലപ്പെടണം. കൂട്ടത്തിൽ പറഞ്ഞൊരു പ്രയോഗമുണ്ട്, അതിവിടെ എടുത്തും പറഞ്ഞിട്ടുണ്ട്, എബ്രായ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്, ഒരു മൃഗം പോലും തൊടാൻ പാടില്ല. ഇവിടെ എന്തോ നമ്മൾ കാണേണ്ടതെന്ന് അറിയാമോ? ഇത് പഴയ ഉടമ്പടിയുടെ ഒരു നിഴലാണ്. ഗോഡ്സ് കവനന്റ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. പഴയ ഉടമ്പടിയിൽ സംഭവിച്ചത് എന്താ? ദൈവം ഇറങ്ങി വന്നപ്പോൾ ജനത്തിന് ദൈവത്തോട് അടുക്കാൻ പോലും പറ്റാതെ ഭയന്ന് ദൂരേക്ക് മാറുന്നതാണ് പഴയ ഉടമ്പടിയിൽ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും പഴയ ഉടമ്പടിയുടെ ആരാധന രീതികൾ, പഴയ ഉടമ്പടിയുടെ പൗരോഹിത്യ ശുശ്രൂഷകളൊക്കെ നോക്കിയാലും ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. There was no access for everyone. എല്ലാവർക്കും കടക്കാൻ പറ്റത്തില്ല. ദൈവസന്നിധിയിലേക്ക് അടുക്കാൻ എല്ലാവർക്കും സാധിക്കത്തില്ല. ഈ എൻകൗണ്ടർ തന്നെ, ഈ പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വന്നത് തന്നെ ഇവരെ ഭീതിയിലേക്ക് നയിച്ചു. എന്തിനാ ഇത് പറയുന്നതെന്ന് അറിയാമോ? എബ്രായ ലേഖനകർത്താവ് ഈ വിശ്വാസികളോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾക്ക് മടങ്ങി യഹൂദ പാരമ്പര്യത്തിലേക്ക് പോണമെന്നാണോ പറഞ്ഞേ? ഇതാണ് പഴയ ഉടമ്പടിയുടെ പിക്ചർ. where you didn't have direct access to God. ദൈവത്തിന്റെ അരികിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ പോലും കഴിയാതെ പുരോഹിതന്മാർ മുഖാന്തരം മാത്രം ദൈവത്തിനെ ആരാധിച്ചു പോകുന്ന ഒരു പഴയ ഉടമ്പടിയുടെ വ്യവസ്ഥ. അതിനോട് കമ്പയർ ചെയ്തുകൊണ്ട് പുതിയ ഉടമ്പടിയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് 22 മുതലുള്ള കാര്യങ്ങൾ. അവിടെയും 7 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 22 മുതലുള്ള വാക്യം.
പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. കാരണം 2 പർവ്വതങ്ങൾ. രണ്ടാമത്തെ പർവ്വതത്തിന്റെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏത് പർവ്വതമാണ്? സിയോൻ പർവ്വതം. സിയോൻ പർവ്വതം എന്ന് പറയുമ്പോൾ ഇതൊരു അക്ഷരീയമായി, ഇറ്റ് വാസ് എ ലിറ്ററൽ ഫിസിക്കൽ മൗണ്ടൻ ഇൻ ജെറുസലേം. യെരുശലേമിന്റെ ഭാഗമായിരുന്ന ഒരു പർവ്വതമാണ് സിയോൻ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഫിസിക്കൽ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനെ പറ്റി അല്ല. കാരണം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് സിയോൻ പർവ്വതവും സ്വർഗീയ യെരുശലേം, നോട്ട് ദി ലിറ്ററൽ ജിയോഗ്രഫിക്കൽ ജെറുസലേം, ബട്ട് ഇറ്റ് ഈസ് എ ഹെവൻലി ജെറുസലേമിനെ പറ്റി പറയാം. ഇവരോട് പറയുന്നത്, നിങ്ങൾ വന്നിരിക്കുന്നത് സീനായുടെ അടുക്കിലേക്കല്ല. സീനായി പർവ്വതത്തിൽ അടുക്കാൻ പറ്റാതെ ദൈവമേ ഇനി ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ജനത്തിന്റെ പിക്ചർ കാണിച്ചിട്ട് പറയാ, ബട്ട് യു ഹാവ് കം ടു. പക്ഷെ നിങ്ങൾ പുതിയ നിയമ വിശ്വാസികൾ, നിങ്ങൾ വന്നിരിക്കുന്നത് മറ്റൊരു പർവ്വതത്തിന്റെ അരികിലേക്കായി. ഏത് പർവ്വതമാണ്? സിയോൻ പർവ്വതമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേം. ഇതെന്തുവാ കാണിക്കുന്ന അറിയാമോ? പഴയ നിയമത്തിൽ സിയോൻ എന്നുള്ള പർവ്വതത്തെ പറ്റി പല പരാമർശങ്ങളുണ്ട്. പ്രത്യേകിച്ചും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ദൈവം സിയോനിൽ നിന്ന് സംസാരിക്കുന്നു, സിയോനിൽ നിന്ന് ദൈവം ഉത്തരമരുളുമെന്നൊക്കെ ആവർത്തിച്ച് പറയുന്ന പല പ്രയോഗങ്ങളുണ്ട്. അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ, ഗോഡ് ഈസ് ഡ്വെല്ലിംഗ് ഇൻ സിയോൺ. ദൈവം വസിക്കുന്ന സ്ഥലമാണ് സിയോൻ. ഇവരോട് പറയാ, പുതിയ വിശ്വാസികൾ പറയാ, പ്രിയമുള്ളവരെ, പഴയ ഉടമ്പടിയിൽ ദൈവത്തിന്റെ അരികിലേക്ക് അടുക്കാൻ ആർക്കും കഴിയാതിരുന്നപ്പോൾ നിങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരാൻ കഴിയും. കാരണം എന്താ? യു ഹാവ് ഗോട്ട് ആക്സസ് ടു ഗോഡ് ഹിംസെൽഫ്. എങ്ങോട്ട് പ്രവേശനം കിട്ടി? ദൈവം വസിക്കുന്ന പർവ്വതത്തിലേക്ക് നിങ്ങൾക്ക് അടുത്തു വരാൻ പറ്റി. മനസ്സിലാവുന്നുണ്ടോ? പഴയ ഉടമ്പടിയില് പ്രാകാരത്തിൽ നിന്ന് ജന ആരാധന കണ്ട് പുരോഹിതൻ ചെയ്ത ആരാധനയും പുരോഹിതന്റെ അനുഗ്രഹത്തോടെ കടന്നു പോകുമ്പോൾ പുതിയ നിയമ വിശ്വാസിക്ക് കിട്ടിയ പദവി എന്താ? പ്രാകാരത്തിൽ നിന്ന് പോകുമല്ല, വിശുദ്ധ സ്ഥലം കഴിഞ്ഞ് അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരാമെന്ന് പറഞ്ഞ മേഴ്സി സീറ്റ്, കൃപാസനത്തോളം അടുത്തു ചെല്ലാൻ കൃപ ലഭിച്ചവരാണ് നമ്മൾ. ഇന്ന് നമ്മൾ ഓൺലൈനായിട്ടായി യോഗം നടക്കുന്ന, ഞാൻ നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തിട്ട്, നിങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തിരിക്കുക. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്ക് പ്രവേശനം കിട്ടുക എങ്ങോട്ടാണെന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദൈവം ഇരിക്കുന്ന അവിടുത്തെ സിംഹാസനത്തിലേക്ക് അവന്റെ പുത്രൻ മുഖാന്തരം കടന്നു ചെല്ലാൻ പ്രവേശനം കിട്ടിയവരാണ് നമ്മൾ. പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്ന് മുട്ടുമടക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ you are stepping in to the throne room of God. ദൈവ സിംഹാസനത്തിന്റെ അരികിലേക്ക് കടക്കാൻ കൃപ ലഭിച്ചവരല്ലേ നമ്മൾ? സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടല്ലേ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, അതുകൊണ്ട് കൃപ ലഭിക്കാൻ, സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ള ധൈര്യം നമുക്ക് ലഭിച്ചു. You see this two picture in one mountain. It was unapproachable. അടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ മറ്റിടത്ത് ദൈവം വസിക്കുന്ന പർവ്വതത്തിന്റെ അരികിലേക്ക് ചെല്ലുക. അടുത്തത് പറയുന്നത് അനേകായിരം ദൂതന്മാരുടെ സർവ സംഘം. ഈ സർവ സംഘം എന്നൊക്കെ പറയുമ്പോ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന വാക്ക് ജോയ്ഫുൾ അസംബ്ലി എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ഉത്സവങ്ങളുടെ സമയമാവുമ്പോൾ ജനമെല്ലാം ഒന്നിച്ചുകൂടി വലിയ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ നടക്കും. ഇവിടെ പുതിയ നിയമത്തിൽ എബ്രായ ലേഖന കർത്താവ് പറയാ, നിങ്ങൾ കാണണം,
ദി ഏഞ്ചൽസ് ആർ വർഷിപ്പിംഗ് ഗോഡ്. ദൂതന്മാരുടെ ഒരു വലിയ സൈന്യം ദൈവത്തെ ആരാധിക്കുന്നു. അതിന്റെ അരികിലേക്ക് നിങ്ങൾക്ക് വരാൻ പദവി ലഭിച്ചു. സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. അടുത്തത് നോക്കണം. അതാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യം. എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി. യു ആർ ഗെറ്റിംഗ് ദ പ്രിവിലേജ് ടു കം ക്ലോസ് ടു ഗോഡ്. അടുത്തത് സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടവരുടെ ഒരു വലിയ കൂട്ടത്തെ പറ്റി പറയാ, വിശ്വാസികളുടെ വലിയൊരു സമൂഹത്തെ പറ്റി പറയാ. എന്നിട്ട് അവസാനം പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു. പഴയ നിയമത്തിൽ എന്താ സംഭവിച്ചേ? പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായിരുന്ന മോശ ഈ പർവ്വതത്തിൽ യഹോവ ഇറങ്ങി വരുന്ന കണ്ടിട്ട് എന്തോ പറഞ്ഞു? ഐ ആം അഫ്രൈഡ്, എനിക്ക് പേടിയാകുന്നു, ഐ ആം ട്രംബ്ലിംഗ്, ഞാൻ വിറയ്ക്കുന്നു എന്ന് പറയുമ്പോ ഇവിടെ ഇതാ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ. അത് കഴിഞ്ഞിട്ട് അവസാനം പറയുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അരികിൽ അത്രേ വന്നിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഈ ഓൺലൈനായിട്ട് ഈ യോഗം കൂടുമ്പോഴും വി ആർ സെലിബ്രേറ്റിംഗ് ഒരു രക്തച്ചൊരിച്ചൽ, ഒരു മരണത്തെ നമ്മൾ ആഘോഷിക്കുന്നു. കാരണം എന്താ? പഴയ നിയമത്തിൽ, പഴയ ഉടമ്പടിയിൽ ഒരു മനുഷ്യനും അടുക്കാൻ പറ്റാതിരുന്നപ്പോൾ ദൈവം തന്നെ ആ പർവ്വതത്തിൽ നിന്നിറങ്ങി താഴ്വരയിലേക്ക് വന്നിട്ട് തന്റെ സ്വന്തം ജീവൻ കാൽവരിയിൽ യാഗമാക്കിക്കൊണ്ട് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ കാൽവരിയിൽ ആ മലമുകളിൽ ഇരുകരവും വിരിച്ച് യാഗമാകുമ്പോൾ ഹി ഈസ് കോളിംഗ് ടു ഈച്ച് വൺ ഓഫ് us. നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക, കം ടു മീ. ദാഹിക്കുന്നവനെല്ലാം എന്റെ അരികിലേക്ക് വരാനല്ലേ പുതിയ നിയമത്തിന്റെ ആഹ്വാനം. When the Old Testament, പഴയ നിയമത്തിൽ ജനം പേടിച്ചോടി മാറുമ്പോൾ പുതിയ നിയമത്തിൽ യേശു കർത്താവ് നിന്നുകൊണ്ട് പറയുക, പഴയ നിയമത്തിന്റെ യാഗങ്ങൾക്ക്, പഴയ നിയമത്തിലെ ആടുകളുടെ, പശുക്കിടാങ്ങളുടെ രക്തത്തിന് ചെയ്യാൻ കഴിയാതെ പോയ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സ്വന്തം രക്തത്താൽ ചെയ്തതാണ് യേശുവിൽ നമ്മൾ കാണുന്നത്. എന്താ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് അറിയാമോ? ആകയാൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരാൻ പറ്റും. Because you got access to God. എന്തോ ഇവരോട് പറയുന്നത്? നിങ്ങളിൽ ചിലർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, പക്ഷെ കാരാഗ്രഹത്തിൽ നിന്ന് മുട്ടുകുത്തുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനമുണ്ട്. നിങ്ങളിൽ ചിലർക്ക് സമ്പത്തുകൾ നഷ്ടപ്പെട്ടു. Even when you don't have anything, when you kneel down, when you call Abba Father, you are getting an access to God himself. 18 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ രണ്ട് പർവ്വതങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. എ മൗണ്ടൻ ദാറ്റ് കനോട്ട് ബി അപ്രോച്ച്ഡ്. ആർക്കും അടുക്കാൻ കഴിയാതിരുന്ന ഒരു പർവ്വതത്തിന്റെ പിക്ചർ വരച്ചിട്ട് പറയാ, ആ പർവ്വതത്തിൽ ആർക്കും അടുക്കാൻ പറ്റാതിരുന്നപ്പോൾ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. കാരണം you have not come to Mount Sinai, but you have come to Mount Zion. നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് ധൈര്യത്തോടെ അടുത്തു വരാൻ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അതിന്റെ അവസാനമാണ് പറയുന്നത്, ആകയാൽ therefore let us be thankful. ആകയാൽ നന്ദിയുള്ളവരായി നമുക്ക് ദൈവത്തെ സേവിക്കാം. എന്തുകൊണ്ട് നന്ദിയുള്ളവരായി തീരാം? കാരണം നമുക്ക് എന്തോ ഉണ്ട്? ഇളകാത്ത ഒരു രാജ്യം നമ്മൾ പ്രാപിച്ചവരാ. 2, നമ്മൾ ഒരു പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ്. പുതിയ ഉടമ്പടി പഴയ ഉടമ്പടിയുമായിട്ട് താരതമ്യം ചെയ്ത് നമ്മളൊന്ന് നോക്കി. ഞാൻ എന്റെ വാക്കുകളെ ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരികയാണ്. പഴയ ഉടമ്പടിയിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുക്കാൻ പറ്റാതിരുന്ന് ജനം ദൂരേക്ക് മാറുമ്പോൾ we have been given an access to God. We are stepping into the holy dwelling place of God. ദൂതന്മാരുടെ സർവ്വ സൈന്യം യേശുവിന്റെ അരികിലേക്ക്. പഴയ നിയമത്തിൽ ചൊരിഞ്ഞ ഒരു രക്തത്തിന്റെ കമ്പാരിസൺ, പഴയ നിയമത്തിൽ ചൊരിഞ്ഞ ആബേലിന്റെ രക്തം റിവഞ്ച് ചോദിക്കുമ്പോൾ, നീതി ചോദിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം നമ്മുടെ പാപത്തിന് പകരമായി വീണ്ടെടുപ്പ് സാധ്യമാക്കി തരുന്നതാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്.
ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ബാക്കി ഭാഗങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഞാനൊരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്നത്തെ സന്ദേശം ഇസ് ദിസ്: ദൈവത്തിന് പ്രസാദമുള്ള യാഗം എങ്ങനെ സാധ്യമാവും? ബൈ പ്രൈസിങ് ഗോഡ്, ബൈ ബീങ് ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. ഗ്രേറ്റ്ഫുൾ ആകാൻ എല്ലാ സാഹചര്യത്തിലും കഴിഞ്ഞെന്ന് വരത്തില്ല, പക്ഷെങ്കിൽ ലെറ്റ് us see things eternal, നിത്യമായ സ്വർഗീയമായ ആ ദാനത്തെ നമ്മൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. പ്രത്യേകിച്ചും പുതിയ നിയമത്തിന്റെ അവസാന അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ കഠിന ശോധനയിൽ കൂടെ കടന്നുപോയി നാട് കടത്തപ്പെട്ട യോഹന്നാൻ കാണുന്നത് എന്താണ്? പുതിയൊരു ആകാശം, പുതിയൊരു ഭൂമി. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. പുതിയ യെരൂശലേം, ദൈവം തന്നെ ഇറങ്ങി വന്ന് മനുഷ്യരോട് കൂടെ വസിക്കുകയാ. അവരോട് കൂടെ വസിച്ച് അവരുടെ കണ്ണിൽ നിന്ന് സകല കണ്ണുനീരും തുടച്ചു മാറ്റി ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കഷ്ടതയില്ലാത്ത, എല്ലാം പുതുതായി തീർന്ന ഒരു വരാനിരിക്കുന്ന ഒരു നിത്യതയുണ്ട്. ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണമുണ്ട്. ദിസ് വേൾഡ്, ഇന്ന് നമ്മൾ പാർക്കുന്ന ഈ ലോകവും ഇതിന്റെ സകല നിർമ്മിതമായ എല്ലാം മാറിപ്പോകാനുള്ളതാണ്. പക്ഷെ യഥാർത്ഥ കർത്താവിനെ സന്തോഷത്തോടെ സേവിക്കുക എന്ന് പറഞ്ഞാൽ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം മാറിപ്പോയാലും യെസ്, ഐ ക്യാൻ ബി ജോയ്ഫുൾ, ഐ ക്യാൻ പ്രൈസ് മൈ ഗോഡ് ബിക്കോസ് മൈ പൊസഷൻസ് ആർ ഇൻ ഹെവൻ. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നിപ്പം ഈ കൂട്ടായ്മ ആചരിക്കുന്നത് ഓൺലൈനായിട്ടും അവിടെ ഇവിടങ്ങളായിട്ട് ഈ ഡിവൈസിൽ കൂടെ ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഈ എബ്രായ ലേഖനത്തിൽ പറയുന്ന ആ മഹാസമ്മേളനത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം. ദൈവരാജ്യം നമ്മുടെ കയ്യിൽ നിന്നുണ്ട്, പക്ഷെ ഇതിലൊരു പൂർത്തീകരണം സംഭവിക്കും. When Jesus himself, ഈ രാജ്യത്തിന്റെ രാജാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. സകല വിശുദ്ധന്മാരും, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ മരിച്ചുപോയവരും പഴയ നിയമ വിശുദ്ധന്മാരും സകലവരും ഒന്നിച്ചു കൂടുന്ന ഒരു മഹാസമ്മേളനം. ദൂതന്മാരുടെ വലിയ സൈന്യമുണ്ട്. നമ്മുടെ രാജാവ് ഇറങ്ങി വരുമ്പോൾ നാം അവനോടൊപ്പമായിരിക്കുമെന്നുള്ള പ്രത്യാശ. നമുക്കറിയാവുന്ന ഒരു പാട്ടിന്റെ വരികൾ ഇങ്ങനെയുണ്ട്: തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വനത്തിൽ, കോടാകോടികളും തേജസ്സിൽ, കണ്ടാൽ മതിവരാ സുന്ദര രൂപനെ, കാണും അതിൽ മധ്യയേഴയും. ഈ മഹാസമ്മേളനം, നമ്മുടെ രാജാവ് ഇറങ്ങി വരുന്ന ആ പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനത്തെ ഈ കൂട്ടായ്മകളൊക്കെ സത്യത്തിൽ അതിന്റെ ഒരു ചെറിയ വേർഷൻ അല്ലേ, അതിന്റെ ഒരു മിനിയേച്ചർ അല്ലേ. ഇതിന്റെ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മ, സകലരും ഒന്നിച്ച് നമ്മുടെ രാജാവിന്റെ മുന്നിൽ കൂടുന്ന ഒരു ഭാവി ദൈവസഭയുടെ മുൻപിലുണ്ട്. ഇവിടുത്തെ കഷ്ടതകൾ, ഇവിടുത്തെ പ്രയാസങ്ങൾ, ഇവിടുത്തെ ഞെരുക്കങ്ങൾ, it will be there, it will last, but it will be all taken away by the coming of the new king. പുതിയ രാജാവ് ആ രാജ്യം പൂർണ്ണമാകുമ്പോൾ ഇവിടുത്തെ സകലതും. ഈ ചുരുങ്ങിയ ആയുസ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ നന്ദിയുള്ളവരായി ദൈവത്തെ സേവിക്കാൻ നമുക്ക് കഴിയണം. നമ്മളോടൊപ്പമൊക്കെ സഹകരിക്കുന്നവർ, നമ്മുടെ അയലോക്കങ്ങൾ, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ കൂടെ പഠിക്കുന്നവരാകാൻ, നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നവരൊക്കെ നമ്മുടെ ഉള്ളിലെ സന്തോഷം അവർ കാണണം. ഇറ്റ് ഈസ് ബബ്ലിംഗ് ഇൻ മൈ ഹാർട്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഈ കാഴ്ചപ്പാട്, നിത്യതയുടെ ദർശനം നമ്മുടെ ഉള്ളിൽ സന്തോഷം കൊണ്ട്, നന്ദി കൊണ്ട് നിറയ്ക്കണം. ഇതിന് കാരണമായത് കാൽവറിയിലെ ആ യാഗമരണമാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തം. അവൻ എന്റെ മകനാണ്, അവന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നുവെന്ന് പറയുന്ന ആ കാൽവറിയിലെ യാഗമാണ് നമുക്ക് ഈ സാധ്യത ഒരുക്കി തന്നത്. ആ കാൽവറിയുടെ ദർശനം നഷ്ടപ്പെടാതെ, ആ നിത്യതയുടെ ദർശനം നഷ്ടപ്പെടാതെ നമ്മുടെ ഈ ആയുസ് വിവിധ തരത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നവർ കണ്ടേക്കാം.
This will all be taken away and we will enter and we will receive the kingdom in full. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന രാജ്യം പൂർണ്ണ വ്യാപ്തിയിലേക്ക്, ആ ദൈവത്തിന്റെ ഇമ്മീഡിയറ്റ് പ്രസൻസിലേക്ക് നമ്മൾ കടക്കുന്ന ആ നിത്യതയുടെ ദർശനത്തിൽ ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.